മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു 7 പേർ. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, PC വിഷ്ണുനാഥ്, M ലിജു, CP ജോൺ എന്നിവരാണ് മന്ത്രിസ്ഥാനം നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നത്. R അനന്തകൃഷ്ണനും അമൽ തേനമ്പറമ്പിലും TS ഹരികൃഷ്ണയുമാണ് വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ R അനന്തകൃഷ്ണനും ഒപ്പം അമൽ തേനമ്പറമ്പിലും ഉണ്ട്. അനന്തൻ, അമൽ, അതായത് നിലവിലുള്ള കൗതുകം ആരൊക്കെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്, അത് എങ്ങനെ വീതം വെച്ച് നൽകും? ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ എങ്ങനെ ഈ ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ വീതം വെച്ച് നൽകും UDF, കോൺഗ്രസ്? ഒപ്പം തന്നെ ഈ ധനവകുപ്പ് അത് മുഖ്യമന്ത്രിക്കായിരിക്കുമെന്നുള്ള വിവരവും പുറത്തു വരികയാണ്. ആഭ്യന്തരം ചെന്നിത്തലയ്ക്കെങ്കിൽ ധനവകുപ്പ് മുഖ്യമന്ത്രിക്ക് എന്നുള്ള ധാരണയിലായിരുന്നോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അക്ഷയ, കോൺഗ്രസിൽ ഏതാണ്ട് ആശ്വാസ പ്രവർത്തനങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. മഞ്ഞുരുകലുകൾ നടന്നിരിക്കുന്നു. 3 ധ്രുവങ്ങളിലായി നിന്ന 3 നേതാക്കൾ ഒടുവിൽ അനുനയത്തിന് വഴങ്ങിയിരിക്കുന്നു. അത് ഏതാണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ അത് വഴിയൊരുക്കുകയും ചെയ്തു. രാവിലെ മുതൽ തന്നെ കന്റോൺമെന്റ് ഹൗസിൽ മധ്യസ്ഥ ശ്രമങ്ങളും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ നീക്കാനുള്ള ചർച്ചകളുമായിരുന്നു സജീവമായി നടന്നിരുന്നത്. കാരണം കോൺഗ്രസിലെ ഈ മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെ എന്നത് സംബന്ധിച്ചൊരു ധാരണയിലെത്തിയാൽ മാത്രമേ ഘടകകക്ഷി ുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കോൺഗ്രസിൽ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിൽ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു വലിയ കാര്യം. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് വേണം, ഒപ്പം തനിക്കൊപ്പമുള്ള 2 പേർക്ക് കൂടി ക്യാബിനറ്റിൽ പങ്കാളിത്തം വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നീക്കുപോക്കുകൾ KC വേണുഗോപാലിന്റെ താല്പര്യത്തിന് പരിഗണന ലഭിക്കുക. അപ്പോൾ അത് സംബന്ധിച്ച് രാവിലെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫും PC വിഷ്ണുനാഥുമാണ് രംഗത്തിറങ്ങിയത്. രാവിലെ ഇരുവരും VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം VD സതീശൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെ സന്ദർശിച്ചു. അതോടുകൂടി 7 പേർ കോൺഗ്രസിലെ മന്ത്രിസഭാ പട്ടികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഒപ്പം M ലിജു, സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, അതിനൊപ്പം തന്നെ ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ, ഈ 7 പേരും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ഏതായാലും 12 പേർ കോൺഗ്രസിന്റെ മന്ത്രിമാർ ഈ പട്ടികയിൽ ഉണ്ടാകും. 9 പേർ ഘടകകക്ഷി മന്ത്രിമാർ ഉണ്ടാകും. അതിൽ 2 പേർക്ക് ടേം വ്യവസ്ഥയായിരിക്കും. ഇങ്ങനെ ഒരു ധാരണയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി ശേഷിക്കുന്ന കോൺഗ്രസിന്റെ പട്ടികയിൽ ആരൊക്കെ, അതിൽ ഇനി ആർക്കൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള അൻവർ സാദത്തിനോ IC ബാലകൃഷ്ണനോ TJ വിനോദിനോ മന്ത്രിസഭയിൽ അവസരം ലഭിക്കുമോ? ഘടകകക്ഷികളുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിക്കുമോ? അതൊക്കെയാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയാനുള്ളത്. അമല്, ഇതിനുള്ള ഉത്തരം, ഇനിയുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്ന മേഖലയിലുള്ള ഉത്തരം അതെങ്ങനെയാകും? ഇപ്പം നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് കോൺഗ്രസിന് 12 അതോ 11 എന്നുള്ളതാണ്. അതായത് മാണി സി കാപ്പനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒന്നങ്ങ് കുറയും. അതായത് മുഴുവൻ ടൈം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CP ജോണിന് ഫുൾ ടൈം, അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബിന് ഫുള്ള്, അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും ഫുൾ ടൈം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കോൺഗ്രസ് 12 ഇല്ല 11, മുഖ്യമന്ത്രി അടക്കം 11, അല്ല എങ്കിൽ 12 ഘടകകക്ഷികൾക്ക് വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഭയിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കൗതുകമുണ്ട്. ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അത് ഉറപ്പിക്കാനാവുന്നോ, സ്ഥിരീകരിക്കാനാകപ്പെടുന്ന ഒരു വിവരമാണോ അത്? പറഞ്ഞത് ഞാനങ്ങനെ ഹാഫ് പരിപാടിക്കില്ല, ഫുൾ പരിപാടിക്കേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അനുനയ നീക്കമാണ് അകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാണ്. അനന്തൻ, കേൾക്കാമോ? ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വനിതാ മന്ത്രി എന്ന നിലയിൽ ഏത് വകുപ്പാണ് ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടുക? അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ നേരത്തെ അമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇനി. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പ്രവർത്തകയാണ്. പലപ്പോഴും മത്സരിച്ചെങ്കിൽ പരാജയപ്പെട്ടു പോയ ഒരാളാണ്. ഒടുവിൽ ഇത്തവണ UDF തരംഗത്തിൽ ബിന്ദു കൃഷ്ണയും വിജയിച്ചു കയറുന്നു. അപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്കാണോ ആ മന്ത്രിസ്ഥാനം? കോൺഗ്രസിൽ നിന്നും വനിതാ മന്ത്രി അത് ബിന്ദു കൃഷ്ണയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം എന്ന് പറയുന്നത്. അത് ഉറപ്പിച്ചു എന്നുള്ള തരത്തിലേക്ക് സൂചനകൾ ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുകയാണ്. അനന്തൻ, അമൽ, കേൾക്കാമോ? കേൾക്കാം. അക്ഷയ, ബിന്ദു കൃഷ്ണ ഏതാണ്ട് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ബിന്ദു കൃഷ്ണയ്ക്ക് അപ്പുറം കൂടുതൽ വനിതാ മന്ത്രിമാർ ഷാനിമോൾ ഉസ്മാനോ അതല്ലെങ്കിൽ വിദ്യാ ബാലകൃഷ്ണനോ മന്ത്രിസഭയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിൽ ഇനി ഇനിയുള്ള സാധ്യതാ പട്ടികയിൽ എത്ര പേർക്ക് അക്കോമഡേഷൻ ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു മന്ത്രിസഭയിൽ കൂടുതലും, അല്ലേ?
പുതുമുഖങ്ങളും പി സി വിഷ്ണുനാഥുണ്ട്, എം ലിജു ഉണ്ട്. എം ലിജുവൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്ന സംഘടനാ പ്രവർത്തനരൊക്കെ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും അത് തവണയാണ് മത്സരിച്ച് ജയിച്ച് എം എൽ എ ആവുന്നത്. അബദ്ധത്തിൽ പറ്റിപ്പോയി കഴിഞ്ഞ പല തവണയും അങ്ങനെ തട്ടി വീണ് പോയ ഒരാളാണ്. അപ്പോൾ ലിജുവിനെ പരിഗണിക്കണം എന്നുള്ളൊരു പൊതുവികാരം കോൺഗ്രസിലുണ്ടായിരുന്നു. ഗ്രൂപ്പിനൊക്കെ അതീതമായി അത് ഉള്ളതായിരുന്നു. പി സി വിഷ്ണുനാഥിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്വാഭാവികമായൊരു ചോയ്സാണ്. അങ്ങനെ പി സി വിഷ്ണുനാഥ് പുതുമുഖങ്ങൾ ഒരുപാട് പേര് വരുന്നു. ഇനി അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ഒരുപക്ഷെ സി പി ജോണ്, അതോടൊപ്പം തന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്നായി. ഇനി വിൻസെൻറ്റോ അല്ലെങ്കിൽ ശക്തനോ വന്നാൽ പോലും 3 തിരുവനന്തപുരം. ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ജില്ല ഷിബു ബേബി ജോണായി, വിഷ്ണുനാഥായി, അതിൻ്റെ ഒപ്പം ബിന്ദു കൃഷ്ണ 3 6 21 മന്ത്രിസഭയിൽ 6 പേർ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും. ആലപ്പുഴയിൽ നിന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, ഹരിപ്പാടും കായംകുളവും. അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു 3 ഒന്നുകൂടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് അരൂരിൽ നിന്നും ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയാകുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ ആയാൽ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണയുടെ സാധ്യത കുറയും. രണ്ടും സാമുദായിക പ്രാതിനിധ്യം കൂടി പരിഗണിച്ചാണ്. അതായത് ഈഴവ പ്ലസ് വനിത എന്നൊരു പരിഗണന ബിന്ദു കൃഷ്ണയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് 2-ൽ 1 എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു മന്ത്രി വേണം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയാൽ ഒരു വനിതാ മന്ത്രി വേണം എന്നൊക്കെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനമുണ്ടായിരുന്നല്ല. പക്ഷേ വിദ്യയ്ക്ക് ഒരു നറുക്ക് വീണാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തപ്പോൾ മന്ത്രിസ്ഥാനത്തേക്കുള്ള പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാധ്യത ഉറപ്പായും വന്ന പട്ടികയിൽ 7 പേരുടെ പേരും പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായ അക്കോമഡേഷൻ ലഭിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. KC വേണുഗോപാലിനെ പിന്തുണച്ചവർക്ക് അത് A ഗ്രൂപ്പിൽ നിന്നുള്ള പ്രമുഖർക്കടക്കം അക്കോമഡേഷൻ ലഭിച്ചിരിക്കുന്നു. ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയായിട്ട് നിശ്ചയിക്കപ്പെട്ട VD സതീശനെ പിന്തുണയ്ക്കുന്ന എത്ര പേർ ഈ ക്യാബിനറ്റിൽ ഉണ്ടാകും? ഇതിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകുകയും മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നും വിഭാഗങ്ങളിൽ നിന്നുമുള്ളവർ കൂടുതലായി മന്ത്രിസ്ഥാനത്തേക്ക് വരികയും ഒടുവിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ ഒരു പിന്തുണയിൽ അല്ലെങ്കിൽ അതായിരിക്കുമോ VD സതീശന്റെ ബലമായി മാറുക? അങ്ങനെ ഒരു ആ സമവാക്യം കൂടി ക്ലിയർ ആയില്ലെങ്കിൽ VD സതീശൻ ഇതിന് ഈ ക്യാബിനറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കില്ലേ? VD സതീശൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. VD സതീശൻ ഒറ്റയ്ക്കാണ്. ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ VD സതീശൻ പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റുള്ളവരെല്ലാവരും കൃത്യമായി തന്നെ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗ്രൂപ്പ് സംവിധാനം ഉണ്ടായിരുന്നു. A ഗ്രൂപ്പ് സംവിധാനം പഴയ പ്രതാപമില്ല, തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും കുറേയധികം MLA-മാരുണ്ട്. ഇപ്പോഴും ഒരു കേഡർ സ്വഭാവം ഉള്ള ആളുകൾക്ക് ഒരു കേഡർ സ്വഭാവം A ഗ്രൂപ്പിനുണ്ട്. I ഗ്രൂപ്പിൻ്റെ കാര്യം പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒറ്റ വ്യക്തിക്ക് ഒപ്പം നിൽക്കുന്ന ചില ആളുകൾ മാത്രമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു സാധ്യത ഈ VD സതീശൻ ഒപ്പം നിൽക്കുന്ന ആളുകളെ പരിഗണിക്കാൻ VD സതീശൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ M വിൻസെന്റ് മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതെന്നറിയാം. അങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ള പേരിലേക്ക് VD സതീശൻ മാത്രം എത്തി അദ്ദേഹത്തെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്തൊക്കെ ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ അനന്തൻ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയായി VD സതീശൻ ഉണ്ടാവും. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എത്ര പേർ മന്ത്രിസഭയിൽ ഉണ്ടാകും, എത്ര പേർക്ക് സഭയ്ക്കകത്ത് സ്ഥാനമുണ്ടാകും എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് അറിയാൻ ആകാംക്ഷയുള്ള വിഷയങ്ങളാണ്. തിരികെ എത്താം ഇരുവരിലേക്കും.